നമ്മൾ മിക്കവാറുമുള്ള എല്ലാ ശിവക്ഷേത്രങ്ങളിലും നന്ദിയുടെ വിഗ്രഹങ്ങൾ കാണാറുണ്ട്. പക്ഷേ ഈ ക്ഷേത്രത്തിൽ കാണുന്ന നന്ദിയുടെ ഈ വിഗ്രഹം എന്നും വളർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളർന്നുകൊണ്ടിരിക്കുന്ന നന്ദി വിഗ്രഹമുള്ള കാക്കകൾക്ക് പ്രവേശനമില്ലാത്ത അഗസ്ത്യ മഹർഷിയുടെ തപോഭൂമിയായിട്ടുള്ള ആന്ധ്രാപ്രദേശിലെ കുർണൂർ ജില്ലയിലെ യാഗന്തി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ യാഗന്തിയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉമാമഹേശ്വര ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ നമുക്ക് വളരെ വലിയ ഈ രീതിയിലുള്ള ഒരു തീർത്ഥക്കുളമാണ് കാണാൻ സാധിക്കുന്നത്. വളരെ നല്ല ശുദ്ധമായിട്ടുള്ള തെളിഞ്ഞ വെള്ളമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കണ്ട് ഇതുപോലെ മലയടിവാരത്തായിട്ടാണ് ഈ ക്ഷേത്രവും കുളവും ഒക്കെ ഉള്ളത്. കുളം കെട്ടിയിരിക്കുന്ന കല്ലിലെല്ലാം നമുക്കിതുപോലെ പുരാതനമായിട്ടുള്ള ശില്പങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഇതുകൊണ്ട് ഇവിടെ ഈ അനന്തശയനമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ കുളത്തിലേക്ക് വെള്ളം ഇങ്ങനെ ഇതുപോലെ ഒരു നന്ദിയുടെ വായിൽ നിന്ന് വരുന്ന രീതിയിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ തീർത്ഥക്കുളത്തിൻ്റെയൊക്കെ കാഴ്ച കണ്ടിട്ട് ഇനി ഉമാമഹേശ്വര ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഈ നേരെ മുന്നിലായിട്ട് കാണുന്നതാണ് ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള ഉമാമഹേശ്വര ക്ഷേത്രം. ഇതുപോലെ കുറച്ച് പടവുകൾ കയറിയാണ് നമുക്ക് ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് പോകേണ്ടത്. മറ്റ് പല ക്ഷേത്രത്തിലും കാണുന്ന പോലെ ഈ ക്ഷേത്രത്തിന് മുന്നിൽ കൊടിമരമില്ല. അതിന് പകരമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ദീപസ്തംഭമാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടുള്ള ചതുര ആകൃതിയിലുള്ള ഭാഗത്തായിട്ട് ഉത്സവ സമയങ്ങളിലൊക്കെ ദീപം കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ള ഒരു തൂണാണ്. ഇത് കൊടിമരമായിട്ടും ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ കൊടി കയറ്റാനായിട്ടുള്ള ഒരു കപ്പിയും ഒക്കെ നമുക്ക് മുകളിൽ കാണാൻ സാധിക്കും. ഇതാണ് ഈ ഉമാമഹേശ്വര ക്ഷേത്രത്തിലേക്ക് കയറുന്ന പ്രവേശന കവാടം, രാജഗോപുരം. ഉള്ളിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഇതുപോലെ രണ്ട് സൈഡിലും ഇങ്ങനെ പല രീതിയിലുള്ള ശില്പങ്ങളൊക്കെയാണ് കാണുന്നത്. നമുക്ക് അകത്തോട്ട് കയറി വരുമ്പോഴത്തേനും ഇവിടെ ഇതുപോലൊരു കൊടിമരം കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ യാഗണ്ടിയിലെ ഉമാമഹേശ്വര ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ ഈ നന്ദി വിഗ്രഹത്തിൻ്റെ വളർന്നുകൊണ്ടിരിക്കുന്ന നന്ദി വിഗ്രഹത്തിൻ്റെ കാഴ്ചകൾ കാണാം. നമ്മൾ മിക്കവാറുമുള്ള എല്ലാ ശിവക്ഷേത്രങ്ങളിലും നന്ദിയുടെ വിഗ്രഹങ്ങൾ കാണാറുണ്ട്. പക്ഷേ ഈ ക്ഷേത്രത്തിൽ കാണുന്ന നന്ദിയുടെ ഈ വിഗ്രഹം എന്നും വളർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ ഈ മണ്ഡപത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഈ നന്ദി വിഗ്രഹം ഇപ്പോൾ വളർന്ന് മണ്ഡപത്തിൻ്റെ വെളിയിലേക്ക് വന്നിരിക്കുകയാണ്. നേരത്തെയൊക്കെ ഇവിടെ ആൾക്കാർക്ക് ഈ നന്ദി വിഗ്രഹത്തിന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. ഇപ്പോൾ കണ്ട ഇതുവഴി ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് പറ്റാത്ത രീതിയിൽ നന്ദി വിഗ്രഹം വളർന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഈ നന്ദി വിഗ്രഹം ഇരിക്കുന്ന ഈ മണ്ഡപത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഈ ഒരു പില്ലർ കാണാം. ഈ ഒരു പില്ലർ മാത്രം കണ്ടു. ഇത് പുതിയ പില്ലറാണ്. ഇതിവിടെ ഒരു ക്ഷേത്രത്തിലെ ജീവനക്കാരൻ നമുക്ക് പറഞ്ഞു തന്നതാണ്. ഈ നന്ദി വിഗ്രഹം ഇങ്ങനെ വളർന്നു വന്നപ്പോഴത്തേനും ഈ ഇങ്ങനെ ബോളിലോട്ട് ഇങ്ങനെ തള്ളി കഴിഞ്ഞപ്പോഴത്തേനും ഈ പില്ലർ ഈ രണ്ട് തൂണുകൾ അകന്നിട്ട് ഈ പില്ലർ പൊട്ടിപ്പോയി. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന പില്ലർ എന്നിട്ട് ഇവിടെ വേറെ പില്ലർ വെച്ചതാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് ക്ഷേത്രത്തിൻ്റെ വെളിയിലായിട്ട് പല ഉപദേവതകളുടെയും പ്രതിഷ്ഠകൾ കാണാം. ഇവിടെ നമ്മൾ അമ്പലത്തിൻ്റെ ആൾക്കാർ പറഞ്ഞത് ക്ഷേത്രത്തിൻ്റെ ഒന്നും വിഗ്രഹങ്ങളുടെ ഒന്നും ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുണ്ട് ഈ കാണുന്നത് ഇവിടെ ആദ്യമായിട്ട് നമ്മൾ പ്രദക്ഷിണ വഴിയിൽ നമുക്ക് ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നത് വീരഭദ്രസ്വാമിയുടെ ഒരു ക്ഷേത്രമാണ്. നമ്മൾ പ്രദക്ഷിണ വഴിയിൽ ഇങ്ങനെ കുറച്ച് മുന്നോട്ട് വരുമ്പം ഇങ്ങനെ ഇടതുവശത്തോട്ട് ഇങ്ങനെ ചെറിയ സ്റ്റെപ്പ് കാണാം. ഇവിടെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കാശി വിശ്വനാഥ സ്വാമിയുടെ ചെറിയ ഒരു ശ്രീകോവിലാണ്. ഇവിടെയായിട്ട് നമുക്ക് നന്ദി ഭഗവാന്റെ ചെറിയൊരു വിഗ്രഹം കാണാം. കാശി വിശ്വനാഥനാണ്. ഇതുകൊണ്ട് നമുക്ക് ഈ കാശി വിശ്വനാഥൻ്റെ ചെറിയ ശ്രീകോവിലിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നേരെ മുന്നിലായിട്ട് കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹം. പുറകിലോട്ടൊക്കെ നോക്കിയാൽ വളരെ വലിയ പർവ്വത നിരകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരെ മുന്നിലായിട്ട് ഇത് കണ്ടോ ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഗോപുരവും നമുക്ക് കാണാം. നമ്മളിങ്ങനെ ക്ഷേത്രത്തിന് പ്രദക്ഷിണം ചെയ്ത് വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തായിട്ട് 3 ശ്രീകോവിലുകൾ കാണാം. ഈ കാണുന്ന ഇവിടെ ആദ്യം കാണുന്നത് മുരുകഭഗവാന്റെ ഒരു ശ്രീകോവിലാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ശിവഭഗവാന്റെ ഒരു ശ്രീകോവിലും കാണാം. അതുപോലെ തന്നെ ഇവിടെയും ശിവഭഗവാന്റെ ഒരു ശ്രീകോവിലാണ് കാണാൻ സാധിക്കുന്നത്. അമ്പലത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ അകത്തെ ഫോട്ടോ എടുക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത്. കണ്ടോ ഇവിടെ ഇങ്ങനെ 3 ശ്രീകോവിലുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിങ്ങനെ പ്രദക്ഷിണം ചെയ്ത് വരുമ്പോഴത്തേനും ഇങ്ങനെ മൂലയ്ക്കായിട്ട് ഇവിടെ ഒരു കുളമാണ് കാണാൻ സാധിക്കുന്നത്. ഒരു തീർത്ഥക്കുളമാണ്. ഇത് അറിയപ്പെടുന്നത് അഗസ്ത്യ തീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത്. ഈ അഗസ്ത്യ തീർത്ഥത്തിനെ കുറിച്ച് പറയുന്നത് അഗസ്ത്യ മഹർഷി ഇവിടെ തപസ് ചെയ്തതാണ്. അഗസ്ത്യ മഹർഷിയുടെ തപോഭൂമിയാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ വെള്ളം വരുന്നതുകൊണ്ട് ഇത് വേനൽക്കാലത്ത് പോലും ഈ വെള്ളം പറ്റുകയില്ല. നമുക്കിത് കാണാൻ നമുക്ക് പല ഭാഗത്ത് നിന്ന് ഈ വെള്ളം ഒഴുകി വരുന്നത് ഉറവ ഒഴുകി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ഈ അഗസ്ത്യ തീർത്ഥത്തിൻ്റെ നേരെ മുന്നിലായിട്ട് ഇതുപോലെ വളരെ വലിയ ഭംഗിയായിട്ടുള്ള ഒരു ഗോപുരം കാണാൻ സാധിക്കും. ഈ ഗോപുരത്തിൻ്റെ മുകൾ ഭാഗമൊക്കെ ഇഷ്ടിക കൊണ്ടാണ് പണിതിരിക്കുന്നത്. നമ്മൾ ഈ അഗസ്ത്യ തീർത്ഥത്തിൻ്റെ അവിടുന്ന് നമുക്കിനി പോകുന്നത് ഇവിടെ 3 പ്രധാനപ്പെട്ട വളരെ വലിയ ഗുഹകളുണ്ട്. ആ ഗുഹകൾ കാണാനായിട്ടാണ് പോകുന്നത്. നമുക്ക് ഇതുവഴി കയറി ആ മലയുടെ സൈഡിൽ കൂടെ കയറിയിട്ടാണ് ആ ഗുഹയുടെ അടുത്തോട്ട് പോകേണ്ടത്.
നമ്മൾ ആ ഗുഹയിലോട്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെ ഇടതുവശത്തായിട്ട് ഇവിടെ ആഞ്ജനേയ സ്വാമിയുടെ ഒരു ക്ഷേത്രവും കാണാൻ സാധിക്കും. നമ്മൾ ആ ആഞ്ജനേയ സ്വാമിയുടെ ക്ഷേത്രമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ ഇതുപോലെ ഇടതുവശത്തോട്ട് ഇതുപോലെ സ്റ്റെപ്പ് കയറി പോകാനായിട്ടുള്ളൊരു വഴി കാണാം. ഇതുവഴിയാണ് നമ്മൾ ആദ്യത്തെ ഗുഹയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ അഗസ്ത്യ ഗുഹയിലേക്ക് പോകുന്ന വഴിക്ക് മുഴുവൻ ഇങ്ങനെ സൈഡിലായിട്ട് നമുക്ക് വളരെ വലിയ പാറക്കൂട്ടങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. നമ്മളങ്ങനെ അഗസ്ത്യ ഗുഹയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇതുപോലെ ഇനിയും വീണ്ടും ഇതുപോലെ സ്റ്റെപ്പുകളാണ്. ഇതുകൊണ്ടോ കുറേ സ്റ്റെപ്പുകളാണ്. വളരെ വലിയ ഗുഹയാണ്. ഇത്രയും വലിയൊരു ഗുഹയായിരിക്കുമെന്ന് ഞാൻ ഓർത്തില്ലായിരുന്നു. നമുക്ക് ഈ ഗുഹയ്ക്കുള്ളിലേക്ക് വരുമ്പോഴത്തേനും ഇതുപോലെ ഒരു ശിവലിംഗമാണ് ഇവിടെ കാണുന്നത്. ഇതുപോലെ ഒരു ബാബാജിയെ നമുക്കിവിടെ കാണാം. ഇവിടെയായിട്ട് നന്ദി ഭഗവാന്റെ ഒരു വിഗ്രഹം കാണാം. ഈ ശിവലിംഗത്തിന് നേരെ പുറകിലായിട്ട് ഇതുണ്ട്. ഇവിടെയാണ് അഗസ്ത്യ മുനി തപസ്സനുഷ്ഠിച്ച സ്ഥലം. ഇവിടെ ഇങ്ങനെ ദീപങ്ങളൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മൾ അഗസ്ത്യ ഗുഹയുടെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങുകയാണ്. ഇതിവിടെ വളരെ സൂക്ഷിച്ച് വേണം ഇറങ്ങാനായിട്ട്. നമ്മൾ മുകളിലോട്ട് കയറി പോയ പോലല്ല, ഈ കല്ലുകൊണ്ട് നല്ല മിനുസമുള്ള കല്ലാണ്. നമ്മൾ ആ അഗസ്ത്യ ഗുഹയുടെ അവിടെ താഴോട്ട് ഇറങ്ങി വരുമ്പോഴത്തേനും ഇവിടെ വളരെ വലിയൊരു പാറക്കൂട്ടങ്ങൾ കാണാം. ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമിയുടെ ഒരു രൂപം പോലെയാണ് തോന്നുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഈ ഉമാമഹേശ്വര ക്ഷേത്രം ഭംഗിയായിട്ട് ഇവിടുന്ന് കാണാൻ സാധിക്കും. പൂർണ്ണമായിട്ട് നന്ദിയുടെ വിഗ്രഹമൊക്കെ നമുക്ക് ദൂരെയായിട്ട് കാണാം. നമ്മളിനി അടുത്തതായിട്ട് കാണാൻ പോകുന്ന ഗുഹ വെങ്കടേശ്വര ഗുഹയാണ്. ഇതും ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ കയറി മുകളിലോട്ട് പോകണം. ഇതുകൊണ്ട് ഈ ഗുഹ ഉണ്ട്. ഇവിടെ 2 പാറകൾ ഇങ്ങനെ ചേർന്ന് ഇരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അതിൻ്റെ ഇടഭാഗത്തായിട്ടാണ് ഈ ഗുഹ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ പറയുന്നത് അഗസ്ത്യമുനി വെങ്കടേശ്വര സ്വാമിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെങ്കിൽ ആ വിഗ്രഹം പണിത് വന്നപ്പോഴത്തേനും വെങ്കടേശ്വര സ്വാമിയുടെ വിഗ്രഹത്തിൻ്റെ കാലയിലെ പെരുവിരലിന് ഒരു അപാകത തോന്നി. അങ്ങനെ പിന്നീട് അദ്ദേഹം ശിവഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ശിവഭഗവാനും പാർവതിയും കൂടെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷമായി. അങ്ങനെയാണ് ഇവിടെ ഈ ക്ഷേത്രം ഉമാമഹേശ്വര ക്ഷേത്രം വരാനായിട്ട് കാരണം. ഉമാമഹേശ്വരനെ അങ്ങനെയാണ് അഗസ്ത്യമുനി ഇവിടെ പ്രതിഷ്ഠിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു വെങ്കടേശ്വര സ്വാമിയുടെ ഒരു വിഗ്രഹമാണ് കാണാൻ സാധിക്കുന്നത്. ഈ വെങ്കടേശ്വര സ്വാമിയുടെ വിഗ്രഹം അഗസ്ത്യ മഹർഷി പ്രതിഷ്ഠിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ ഈ വെങ്കടേശ്വര ഗുഹയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി വരുമ്പോഴത്തേനും നമുക്ക് ആ ഉമാമഹേശ്വര ക്ഷേത്രത്തിൻ്റെ രാജഗോപുരമൊക്കെ ദൂരെ ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. നമ്മളങ്ങനെ ഈ വെങ്കടേശ്വര ഗുഹയൊക്കെ കണ്ടിട്ട് അടുത്ത ഗുഹ കാണാനായിട്ട് പോവുകയാണ്. ഇത് ഇവിടുന്ന് തൊട്ട് അടുത്ത് തന്നെയാണ്. നമ്മൾ ഈ മലയുടെ സൈഡിൽ കൂടെയാണ് നടക്കുന്നത്. ഇങ്ങനെ കയറി വരുമ്പം ഗുഹ ഇതുപോലൊരു ഗുഹയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കാണാൻ സാധിക്കുന്ന 3 ഗുഹകളിൽ 3ാമത്തെ ഗുഹയാണിത്. വീരബ്രഹ്മേന്ദ്ര സ്വാമികൾ തപസ്സനുഷ്ഠിച്ച ഗുഹയാണ് നമുക്ക് ഇതിനുള്ളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ നമ്മുടെ യാഗന്തിയിലെ ഉമാമഹേശ്വര ക്ഷേത്രത്തിൻ്റെയും വളരുന്ന നന്ദിയുടെയും അത്ഭുത ഗുഹകളുടെയും ഒക്കെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.